സുരേഷ് ഗോപിയുടെ കലിംഗ് ചർച്ച ഓരോ ദിവസവും വിവാദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പുതിയൊരു സ്ത്രീയുടെ പേരിൽ നമ്മുടെ ആനന്ദവല്ലി അല്ലേ? ആനന്ദവല്ലി. അതിലേക്ക് നമുക്ക് വരുന്നതിന് മുമ്പ് ഞാനിപ്പോൾ ആനന്ദവല്ലിയുടെ കാര്യത്തിൽ ഞാൻ ആനന്ദവല്ലിയോട് നന്ദി പറയുകയാണ്. സുരേഷ് ഗോപി ഇന്നലെ എടുത്ത നിലപാട് ഒരു പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ കാരണമാകുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. നമ്മുടെ മാധ്യമങ്ങളൊന്നും ചെയ്യത്തില്ല, അതുകൊണ്ട് നമുക്ക് പറയാം, BJP-കാർക്കും പറയാൻ അവസരമാണ്. അതായത് ഈ ആനന്ദവല്ലി എന്ന് പറഞ്ഞ എന്താ, കരുവന്നൂർ ബാങ്കിൽ അവർ 2 ലക്ഷം രൂപ ഇട്ടു, ഇനി 1,98,000 രൂപ കിട്ടാനുണ്ട്, സുരേഷ് ഗോപി അത് മേടിച്ചു തരണം. സുരേഷ് ഗോപി എന്താ പറഞ്ഞ്, അതെൻ്റെ പണിയല്ല, നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് പറയും. അപ്പോൾ ആനന്ദവല്ലി, എനിക്ക് മന്ത്രിമാരെ ഒന്നും അറിയത്തില്ല സാറേ. അല്ല, നിങ്ങൾ മുഖ്യമന്ത്രിയാണ് തീരുമാനിക്കേണ്ടത്. ഉടനെ സുരേഷ് ഗോപി പറഞ്ഞു, അപ്പോൾ അത് ശരി, എനിക്ക് മന്ത്രിമാരെ ഒന്നും അറിയത്തില്ല, അതുകൊണ്ട് എൻ്റെ നെഞ്ചത്തോട്ട് കയറാം അല്ലേ എന്ന് തമാശയായിട്ട് സുരേഷ് ഗോപി പറയുകയാണ്. ആ തമാശയ്ക്കകത്തൊരു കാര്യമുണ്ട്. കാരണം തൃശ്ശൂർ ജില്ലയിൽ വേറെ മന്ത്രിമാരില്ലേ? അപ്പോൾ ആനന്ദവല്ലിക്ക് മന്ത്രിമാരെ പോയി കാണാൻ പറ്റത്തില്ല. കണ്ട മന്ത്രിയെ പറഞ്ഞു, സാറും ഒരു മന്ത്രിയല്ലേ? ഞാൻ ഈ രാജ്യത്തിൻ്റെ മന്ത്രിയാണ്, കേരളത്തിൻ്റെ മന്ത്രിയല്ല. കേരളത്തിൻ്റെ മന്ത്രിമാർക്ക് അതിനകത്ത് പങ്കുണ്ട്. മുഖ്യമന്ത്രിയെ പോയി കാണൂ എന്ന് പറഞ്ഞത് ആനന്ദവല്ലിയെ അപമാനിക്കാനല്ല, അതിനകത്തൊരു വലിയ ചതി ഒളിഞ്ഞു കിടപ്പുണ്ട്. അതായത് കരുവന്നൂർ ബാങ്ക് കൊള്ളയുമായി ബന്ധപ്പെട്ട് ED 128 കോടി രൂപയുടെ സ്വത്തുവകകളും പണവും എല്ലാം ചേർന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. ജപ്തി ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ED പറഞ്ഞു, പ്രധാനമന്ത്രി കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വന്നിട്ട് പറഞ്ഞു, ED പിടിച്ചെടുത്ത പണം നഷ്ടപ്പെട്ടു പോയ ആളുകൾക്ക് തിരിച്ചു കൊടുക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. അങ്ങനെ വീണ്ടും 3-ാം തവണയും മോദി അധികാരത്തിൽ വന്നു. മോദി അധികാരത്തിൽ വന്നിട്ട് എന്ത് ചെയ്തു? അന്ന് പറഞ്ഞ കേരളത്തിൽ കരുവന്നൂർ കണ്ട്ല ഉൾപ്പെടെയുള്ള ബാങ്ക്, സഹകരണ ബാങ്ക് തട്ടിപ്പിൻ്റെ പശ്ചാത്തലത്തിൽ മോദി പറഞ്ഞ വാക്ക് പാലിച്ചു. ED നടപടിയെടുത്തു, പിടിച്ചെടുത്ത പണം വിതരണം ചെയ്തു. അതായത് ആദ്യം വിതരണം ചെയ്തത് തിരുവനന്തപുരത്തെ കാരക്കോണം മെഡിക്കൽ കോളേജിലാണ്. കാരക്കോണം മെഡിക്കൽ കോളേജിൽ 7 പേരിൽ നിന്ന് മെഡിക്കൽ അഡ്മിഷൻ കൊടുക്കാൻ വേണ്ടി വിദ്യാർത്ഥികളിൽ നിന്ന് 7 പേരിൽ നിന്നല്ല 7,22,00,000 രൂപ മെഡിക്കൽ സീറ്റ് കൊടുക്കാമെന്ന് വിദ്യാർത്ഥികളിൽ നിന്ന് മാനേജ്മെൻറ്റ് വാങ്ങി. സീറ്റ് കൊടുത്തില്ല, അവരുടെ കാശും പോയി, സീറ്റ് കിട്ടിയില്ല. അതേ തുടർന്ന് ഒരു കേസ് വന്നു. ED കള്ളപ്പണം വെളുപ്പിക്കൽ വകുപ്പനുസരിച്ച് കേസെടുത്തു. അവിടെ നിന്ന് 92 കോടി 25 ലക്ഷം രൂപ ED പിടിച്ചെടുത്തു. അതിൽ 89 കോടി 75 ലക്ഷം രൂപയും ED വിതരണം ചെയ്തു. അത് ED വിതരണം ചെയ്ത് വെറുതെ ഒന്നുമല്ല. EDയുടെ കൊച്ചി ഓഫീസിലെ ഡെപ്യൂട്ടി ഡയറക്ടർമാരായ സിമിയും രാധാകൃഷ്ണനും വാർത്താ സമ്മേളനം വിളിച്ചിട്ടാണ് EDയുടെ ചരിത്രത്തിലാദ്യമായി ജപ്തി ചെയ്തു പിടിച്ചെടുത്ത പണം നഷ്ടപ്പെട്ട ആളുകൾക്ക് വിതരണം ചെയ്തു. അതിൻ്റെ കണക്കൂടെ ഞാൻ പറയാം. 8 പേർക്കായിരുന്നു പരാതിയുണ്ട്. 8 പേരിൽ നിന്നാണ് 7,22 ലക്ഷം രൂപ ഈ മാനേജ്മെൻറ്റ് വാങ്ങിയത്. അതിൽ പിടിച്ചെടുത്ത തുകയിൽ ഒരാൾക്ക് 60 ലക്ഷം രൂപയുടെ ചെക്ക് കൊടുത്തു, 2 പേർക്ക് 8 ലക്ഷം രൂപ വീതം കൊടുത്തു, 2 പേർക്ക് 5 ലക്ഷം രൂപ വീതം കൊടുത്തു, ഒരാൾക്ക് 3,75,000 രൂപ കൊടുത്തു. എന്നിട്ട് ആ വാർത്താ സമ്മേളനത്തിൽ EDയുടെ ഡെപ്യൂട്ടി ഡയറക്ടർമാരായ സിമിയും രാധാകൃഷ്ണനും പറഞ്ഞു, ഇതുപോലെ 128 കോടി രൂപ ഞങ്ങളുടെ പക്കലുണ്ട്, ഇത് കരുവന്നൂരിൽ പണം പോയ ആളുകൾക്ക് കൊടുക്കാൻ തയ്യാറാണ്, അതിന് ബാങ്ക് തന്നെ ഒരപേക്ഷ നൽകി ഈ പണം സ്വീകരിച്ചിട്ട് ആ പണം എന്ത് ചെയ്യണം, പണം പോയ ആളുകൾക്ക് അവരുടെ വിഹിതത്തിൻ്റെ ഒരു ആനുപാതികമായിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. പക്ഷേ സംസ്ഥാന സഹകരണ വകുപ്പ് അനങ്ങിയില്ല, കരുവന്നൂർ ബാങ്ക് അനങ്ങിയില്ല. അപ്പോൾ ആനന്ദവല്ലി പറയുന്നുണ്ട്, എനിക്കും മരുന്ന് മേടിക്കാൻ പോലും കാശില്ല, പരമാവധി വന്നാൽ 5,000 രൂപ തരാമെന്നാണ് പറയുന്നത്, 1,98,000 രൂപ എനിക്ക് കിട്ടാനുണ്ട്, എനിക്കിത് തരുന്നില്ല. സുരേഷ് ഗോപിക്ക് എന്ത് ചെയ്യാൻ പറ്റും? സഹകരണ വകുപ്പ് ആണ് കരുവന്നൂർ ബാങ്കിനോട് ഈ പണം EDയുടെ പക്കൽ നിന്ന് വാങ്ങാൻ പറയേണ്ടത്. സഹകരണ വകുപ്പിനോട് അത് പറയേണ്ടത് മുഖ്യമന്ത്രിയാണ്. അപ്പോൾ കരുവന്നൂർ ബാങ്ക് അത് ചെയ്യുന്നില്ലെങ്കിൽ സഹകരണ വകുപ്പിന് താല്പര്യമില്ല, സഹകരണ വകുപ്പിന് താല്പര്യമില്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് സുരേഷ് ഗോപി പറഞ്ഞ എന്താ, നിങ്ങളുടെ കാശ് EDയുടെ കയ്യിലുണ്ട്, ED നിങ്ങൾക്ക് കാശ് തരും, നിങ്ങൾ അതിനെന്ത് ചെയ്യണം? സംസ്ഥാന സർക്കാരിനോട് പറയണം, അല്ലെങ്കിൽ മന്ത്രിയോട് പറയണം. തൃശ്ശൂർ ജില്ലയിലുണ്ടല്ലോ മന്ത്രിമാര്, അവിടെ പറയണം, നിങ്ങളുടെ സർക്കാർ ആ കാശിങ് മേടിച്ച് താ, ആരുടെയും വീട്ടിൽ നിന്നല്ല, ക്ലിഫ് ഹൗസിൽ നിന്നല്ല, സഹകരണ ബാങ്കിലെ
ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നല്ല, പ്രസിഡന്റിൻ്റെ ശമ്പളത്തിൽ നിന്നല്ല, അവർ പിടിച്ചെടുത്ത പൈസ. എന്തുകൊണ്ടാണ് ED പിടിച്ചെടുത്ത 128 കോടി രൂപയിൽ നിന്ന് കരുവന്നൂരിലെ നിക്ഷേപകർക്ക് പണം കൊടുക്കാൻ ഒരു നടപടിയും സംസ്ഥാന സർക്കാർ എടുക്കാത്തത് എന്താണ്? സഹകരണ വകുപ്പ് എടുക്കാത്തത് എന്താണ്? കരുവന്നൂർ ബാങ്കിൻ്റെ ഭാരവാഹികൾ എടുക്കാത്തത് എന്താണ്? കാരണം അവരുടെ പൈസയാണ് പിടിച്ചെടുത്തത്, അല്ലേ? അതെ, അവർ തട്ടിച്ചെടുത്ത പൈസയാണ് പിടിച്ചെടുത്തത്. ഇവർക്കൊരു പ്രതീക്ഷയുണ്ട്, എന്തെങ്കിലും EDയുടെ നടപടിക്കെതിരെ നമ്മൾ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ ഈ കാശ് നമുക്ക് തിരിച്ചു കിട്ടും. കൊടുത്തു പോയാൽ പിന്നെ കിട്ടുമോ? കിട്ടത്തില്ല. ഇല്ല, കൊടുത്തു പോയാൽ പിന്നെ കിട്ടത്തില്ല. അപ്പോൾ EDയുടെ നടപടിയെ ഇവർ അംഗീകരിക്കുന്നില്ല. ബാങ്കിൽ നിന്നും, ബാങ്കിലെ ക്രമക്കേട് വരുത്തിയ ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും രാഷ്ട്രീയക്കാരിൽ നിന്നും പിടിച്ചെടുത്ത പൈസ ജനങ്ങൾക്ക്, നിക്ഷേപകർക്ക് കൊടുക്കുന്നതിനെ സംസ്ഥാന സർക്കാരും CPM-ഉം അംഗീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് EDയുടെ പക്കലുള്ള ഈ പണം ഇവർ വാങ്ങാതെ. ED എന്നിട്ട് എന്ത് ചെയ്തു? ED നിരവധി തവണ കരുവന്നൂർ ബാങ്കിന് കത്തെഴുതി, പൈസ ഇവിടെ ഇരിപ്പുണ്ട്, നിങ്ങൾ വന്ന് മേടിച്ചിട്ട് കൊടുക്കാൻ ആളുകൾക്ക് കൊടുക്കും. അനങ്ങൂല, കരുവന്നൂർ ബാങ്കുകാർ അനങ്ങൂല. സംസ്ഥാന സഹകരണ വകുപ്പ് മന്ത്രി BN വാസവൻ പറയത്തില്ല അവരോട്, നിങ്ങൾ ആ പൈസ EDയുടെ ഇരിക്കില്ലേ, പൈസ അപേക്ഷ എഴുതി കൊടുക്ക്. EDക്ക് ചുമ്മാ എന്നാ പിടിച്ചോ EDക്ക് കൊടുക്കാൻ പറ്റും, അതിന് ഡോക്യുമെന്റ് വേണ്ടേ? അവർ അപേക്ഷ എഴുതി അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ED ആ പണം ട്രാൻസ്ഫർ ചെയ്യും. അപ്പൊ എന്നെങ്കിലും ഈ പൈസ തിരിച്ചു കിട്ടും, എന്നെങ്കിലും ഈ പൈസ, ഞങ്ങൾ കട്ടുണ്ടാക്കിയ പൈസ എന്നെങ്കിലും ഞങ്ങൾക്ക് തിരിച്ചു കിട്ടും. അതുകൊണ്ട് അതിപ്പോ ഇവന്മാർക്ക് കൊടുക്കണ്ട, ആനന്ദവല്ലിമാർക്ക് കൊടുക്കണ്ട. 3 പേര് ആത്മഹത്യ ചെയ്തു, അല്ലേ? അതെ, 3 പേർക്ക് സുരേഷ് ഗോപി പറയുന്നുണ്ട്, അവിടെ 3 പേര് ആത്മഹത്യ ചെയ്തു. ആരാ സഹായിച്ചത് വ്യക്തിപരമായിട്ട്? സുരേഷ് ഗോപി. അതൊക്കെ സുരേഷ് ഗോപി ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് ഓരോ ദിവസവും ഈ കലുങ്ക് ചർച്ച നടത്തുമ്പോൾ ഓരോരുത്തരേക്ക് തള്ളിവിടും. പക്ഷെ തള്ളിവിടുന്നവരിൽ ഇത് ആ സംഭവമൊക്കെ നേരെ തിരിഞ്ഞു വന്ന് CPM-ന്റെ നെഞ്ചത്ത് കൊള്ളുകയാണ്. സുരേഷ് ഗോപി ചോദിച്ചു, എൻ്റെ നെഞ്ചത്തോട്ട് കയറ് എന്ന് പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഏതർത്ഥത്തില്ല, നിങ്ങൾ ഈ പണം കിട്ടാൻ EDയുടെ പക്കലുള്ള 128 കോടി വാങ്ങി നിക്ഷേപകർക്ക് കൊടുത്ത ആനന്ദവല്ലിക്കും കാശ് കിട്ടും. അത് ആരാ ചെയ്യേണ്ടത്? സംസ്ഥാന സർക്കാരാണ്. അതിന് മുഖ്യമന്ത്രിയോട് പറ. എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? സാർ ഒരു മന്ത്രിയല്ലേ എന്നാണ് ആനന്ദവല്ലി ചോദിക്കുന്നത്. ശരിയാണ്. സുരേഷ് ഗോപി പറഞ്ഞ പിണറായി വിജയൻ്റെ സർക്കാർ കേൾക്കില്ല. സുരേഷ് ഗോപി, ഞാൻ ഈ രാജ്യത്തിൻ്റെ മന്ത്രിയാണ്, ഈ സംസ്ഥാനത്തിൻ്റെ മന്ത്രിസഭയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് അത് എനിക്ക് അവരെ ആരെയും പരിചയമില്ല സാറേ, എനിക്ക് അവരെ അതിൽ കാണാൻ പറ്റില്ല. എന്നാൽ പിന്നെ എൻ്റെ നെഞ്ചത്ത് കയറാമല്ലോ. എന്നിട്ട് നിങ്ങൾ പത്രക്കാരുണ്ടല്ലോ, പത്രക്കാരോട് ചോദിക്കുക. പത്രക്കാരോട് ചോദിച്ചപ്പോൾ ഈ ആനന്ദവല്ലി, അതിനുശേഷം ആനന്ദവല്ലി പറയുന്ന മുഴുവൻ സംസ്ഥാന സർക്കാരിനെ സ്ത്രീയാണ്. അങ്ങനെയും വീഡിയോയുടെ ഭാഗമുണ്ട്. പക്ഷേ സുരേഷ് ഗോപിയുടെ ഈ പരിപാടി അലങ്കോലപ്പെടുത്താൻ ഇവർ ഓരോ ദിവസവും ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞു വിടുകയാണ്. ഇപ്പോൾ നോക്കൂ, ഇത് മാത്രമല്ല, ഈ ബാങ്ക് വഴി ഇനിയിപ്പോൾ ED ഇപ്പോൾ ചെയ്യാൻ പോകുന്നതെന്നറിയാമോ? ഞാനിപ്പോൾ മനസ്സിലാക്കി, ED അടുത്ത നടപടി എടുക്കാൻ പോവാണ്. ED കോടതി പോകാൻ പോവാണ്. ഞങ്ങളുടെ കയ്യിൽ കാശിരിക്കുന്നു, ഈ കാശ് വാങ്ങിച്ചിട്ട് കരുവന്നൂരിലെ നിക്ഷേപകർക്ക് ബാങ്ക് കൊടുക്കുന്നില്ല, അതുകൊണ്ട് കോടതി ഇടപെട്ട് ഈ കാശ് അവരെ കൊണ്ട് മേടിപ്പിക്കണം എന്ന് പറയാൻ പോവാ. നോക്കൂ, കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രിയുടെ തീരുമാനപ്രകാരം അതിന് സുരേഷ് ഗോപി വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. കരുവന്നൂർക്കാർക്ക് ഈ പണം കിട്ടാൻ വേണ്ടി അശ്രാന്തം പണിയെടുത്ത ആളാണ് സുരേഷ് ഗോപി. അങ്ങനെ പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ട് പറഞ്ഞതിനെ തുടർന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് ഈ തുക, ജപ്തി ചെയ്ത തുക നിക്ഷേപകർക്ക് കൊടുക്കുന്നുള്ള തീരുമാനം ED എടുത്തത്. ആ തുകയൊന്ന് വാങ്ങിച്ച് പണം പോയ പാവപ്പെട്ട മനുഷ്യർക്ക് കൊടുക്കൂ. ഞങ്ങളുടെ കയ്യിൽ 128 കോടി ഇരിക്കുന്നു, ഇത് മേടിച്ച് ഈ പാവപ്പെട്ട കരുവന്നൂരെ നിക്ഷേപകർക്ക് കൊടുക്കാൻ ഈ സർക്കാരിനോടൊന്ന് പറയൂ എന്ന് പറഞ്ഞ് നിലവിളിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ED കോടതി പോകാൻ പോവാ. ഇതാലോചിച്ച് നോക്കിയേ, ആരാണ് മനുഷ്യപക്ഷത്ത് നിൽക്കുന്നത്? കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരോ? സുരേഷ് ഗോപിയോ പിണറായി വിജയനോ? ഇതാണ് ചോദ്യം. അപ്പോൾ ആനന്ദവല്ലി ഇന്നലെ സുരേഷ് ഗോപിയെ വന്ന് കണ്ടത് നന്നായി. എൻ്റെ നെഞ്ചത്തോട്ട് കയറാൻ വാ എന്ന് പറഞ്ഞു നന്ദി. കാരണം സുരേഷ് ഗോപിയുടെ നെഞ്ചത്തല്ലോ കയറേണ്ടത്. ഈ മാധ്യമങ്ങൾ സുരേഷ് ഗോപി ആനന്ദവല്ലിയോട് കരുണയില്ലാതെ പെരുമാറി എന്ന് പറയുന്ന മാധ്യമങ്ങൾ നാളെ എന്താ ചോദിക്കാത്ത? നാളെയല്ല, അപ്പം തന്നെ ചോദിക്കണം. എന്തുകൊണ്ട് 128 കോടി EDയുടെ കയ്യിൽ ഇരുന്നിട്ട് അത് വാങ്ങി ബാങ്കുകാർ കൊടുക്കുന്നില്ല എന്ന് ചോദിക്കാൻ ഇവിടുത്തെ ഒരൊറ്റ മാധ്യമമുണ്ടോ? ഇല്ല. അവർക്ക് കരുവന്നൂരെ ജനങ്ങൾക്ക് പൈസ കിട്ടണ്ട. എങ്ങനെയെങ്കിലും സുരേഷ് ഗോപിയെ 4 ചീത്ത വിളിക്കണം, സുരേഷ് ഗോപിക്കെതിരെ 2 ബൈറ്റ് എടുക്കണം, ഒരു 3 കോളം വാർത്ത കൊടുക്കണം. ഇതാണ് അജണ്ട. അല്ലെങ്കിൽ എനിക്ക് പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളോട്, മാധ്യമ സ്ഥാപനങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ജനപക്ഷത്താണെങ്കിൽ, ആനന്ദവല്ലിമാരുടെ കണ്ണീരൊപ്പാൻ നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ജനങ്ങളോട് പറയണം 128 കോടി
എത്ര മാസമായി, ഫെബ്രുവരി മാസത്തിലാണ് ED കാരക്കോണത്തെ പൈസ കൊടുത്തത്. അന്ന് മുതൽ ഫെബ്രുവരി കഴിഞ്ഞു, മാർച്ച് കഴിഞ്ഞു, ഏപ്രിൽ കഴിഞ്ഞു, മെയ് കഴിഞ്ഞു, ജൂൺ കഴിഞ്ഞു, ജൂലൈ കഴിഞ്ഞു, ഓഗസ്റ്റ് കഴിഞ്ഞു, സെപ്റ്റംബർ 8 മാസമാകുന്നു. 128 കോടി EDയുടെ കയ്യിലിരുന്നിട്ട് കരുവന്നൂർ ബാങ്കുകാർ അത് മേടിക്കാൻ തയ്യാറാവുന്നില്ല. സംസ്ഥാന സർക്കാർ അത് വാങ്ങിച്ച് കൊടുക്കെന്നും പറയുന്നില്ല. പിണറായി വിജയൻ മിണ്ടുന്നില്ല. എവിടെയാണ് ശരി? എവിടെയാണ് മാധ്യമങ്ങൾ ഇത് പറയണ്ടേ? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.